ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി പ്രമേയം പാസാക്കി. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്നും പ്രമേയം വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെ ന്യായീകരിക്കുന്നതാണ് പ്രമേയം. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കുവാൻ അവകാശമുണ്ടെന്നും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുവെന്നും പ്രമേയം വ്യക്തമാക്കി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള കാനഡ പ്രസിഡന്റ് മാർക്ക് കാർണിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനാനസ്കിസിൽ എത്തി. 10 വർഷത്തിന് ശേഷമാണ് മോദി കാനഡ സന്ദർശിക്കുന്നത്. വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യതലവന്മാരുമായി നടത്തുന്ന ചർച്ച എന്ന നിലയിൽ മോദിയുടെ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായിരുന്ന ഭിന്നതകളും ഇതോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പൊതുപ്രമേയങ്ങൾ ഒപ്പുവെക്കാതെ G7 ഉച്ചകോടിയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് ചർച്ചയായി. കുടിയേറ്റം, നിർമ്മിത ബുദ്ധി, ധാതുഖനനം എന്നിവയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച പൊതുപ്രമേയങ്ങൾ തയ്യാറാക്കിയിരുന്നെങ്കിലും അവയിൽ ഒപ്പുവെക്കാതെയാണ് ട്രംപ് മടങ്ങിയത്. ഇതോടെ ഇനി ഈ പ്രമേയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. 2018 ഉച്ചകോടിയിലും പൊതുപ്രമേയത്തിൽ ഒപ്പുവെക്കാതെ മടങ്ങാൻ US സംഘത്തോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അഭ്യൂഹങ്ങൾ ബാക്കിയാക്കിയാണ് ട്രംപിന്റെ മടക്കം. ടെഹ്റാനിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ട്രംപ് അതിനുശേഷമാണ് ഉടൻ മടങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾക്കായാണ് ട്രംപിന്റെ മടക്കമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയെ പരിഹസിച്ച ട്രംപ് അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്കായാണ് മടങ്ങിയതെന്നാണ് വിശദീകരിച്ചത്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ കൂട്ടായ്മയുടെ പൊതുനിലപാടിന് വിരുദ്ധമായി റഷ്യൻ അനുകൂല നിലപാട് ഉച്ചകോടിയിൽ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 2014 G8 നിന്ന് റഷ്യയെ പുറത്താക്കിയ നടപടി തെറ്റായി പോയെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ റഷ്യ യുക്രൈനെ ആക്രമിക്കില്ലായിരുന്നുവെന്നും കൂട്ടായ്മയിലെ താനൊഴികെ ആരുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ നിലപാട് ശരിയാണെങ്കിലും G7 ഇപ്പോൾ അപ്രസക്തമാണെന്നാണ് റഷ്യ പ്രതികരിച്ചത്. ട്രംപ് മടങ്ങിയെങ്കിലും റഷ്യ-യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യാനാണ് മറ്റു നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് ഉച്ചകോടിയിൽ അതിഥിയായി പങ്കെടുക്കും. വെടിനിർത്തലിനെ സമ്മർദ്ദം ചെലുത്താൻ റഷ്യയ്ക്കുമേൽ കൂടുതൽ തീരുവകൾ ചുമത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു.